ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, നമ്മെ വിളിച്ച ദൈവം നമ്മുടെ പിതാവാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അവിടെ നമ്മെ ശിക്ഷിച്ചതെന്ന് മാത്രമല്ല, നമ്മളെ മെനഞ്ഞെടുത്തത് മാത്രമല്ല. സങ്കീർത്തന പുസ്തകം 139 വചനമുണ്ട്. ബുക്ക് ഓഫ് സാംസ് 139 13 മുതൽ വചനം. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാനങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്ക് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഹല്ലേലൂയ. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കണ്ടു. ഞാൻ എന്താണ്, എങ്ങനെയാണെന്ന്, ഞാൻ എങ്ങനെയാണ് ഉരുവാക്കപ്പെടാൻ പോകുന്നത്, ഞാൻ എന്തായിരിക്കുമെന്ന് പൂർണ്ണമായിട്ടും എൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള നിമിഷങ്ങൾ ദൈവം കണ്ടവനാണ്. ഹല്ലേലൂയ. അവിടത്തേക്ക് ഒന്നും അജ്ഞാതമല്ല പ്രിയപ്പെട്ടവരെ. ഒന്നും അവിടുത്തെ മുൻപ് അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ദൈവം കണ്ടതാണ്. നമ്മുടെ രൂപവും നമ്മുടെ ഭാവവും നമ്മുടെ എല്ലാം, നാം ഈ ഭൂമി ജീവിക്കുന്ന അവസാന നിമിഷം വരെയും ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. അതാണ് ദൈവം. നമ്മുടെ അപ്പന് നാളെക്കുറിച്ച് നമ്മൾ നാളെക്കുറിച്ച് അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ ദൈവത്തിന് അറിയാം നമ്മളെക്കുറിച്ച്. അപ്പോൾ നാം എത്ര അധികമായിട്ടാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടവരാണ്. നമുക്ക് രൂപം നൽകിയ നമ്മുടെ പിതാവിനെ നാം എത്രമാത്രം ആശ്രയിക്കേണ്ടവരാണ്. നമ്മൾ എത്ര അധികമായി നാം സ്നേഹിക്കേണ്ടവരാണ്. നമ്മൾ ഈ ലോകമെല്ലാം നേടിയാലും എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും ആ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇത്രയധികമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളപ്പോൾ ഈ ലോകത്തിലെ ഒന്നും എനിക്ക് അസാധ്യമായിരിക്കത്തില്ല. ഹല്ലേലൂയ. Nothing will be impossible. And He is our God. Everything will be possible in our life. നമ്മുടെ ശത്രുക്കളെ ദൈവം ചിതറിച്ച് കളയും. ഒരു സംശയവും കാര്യത്തിലില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. ബുക്ക് ഓഫ് ജോൺ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശങ്ങൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അതിന് നേറ്റു പറയാം. ജോൺ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ലോകത്തിൽ ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ ഏകപുത്രൻ നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയായിട്ട് അർപ്പിച്ചത്, വിട്ടു തന്നത്. യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആദം അവ്വ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായി ലോകത്തിലെ സകല മനുഷ്യരും പാപികളായിരുന്നു. കോടിക്കണക്ക് മനുഷ്യർ. ആദത്തോട് ദൈവം പറഞ്ഞു, ഒരു തോട്ടത്തിലെ മരത്തിൻ്റെ കായ പറിക്കരുത്, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഭക്ഷിച്ചാൽ നീ എന്ത് സംഭവിക്കും? മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദം അത് ഭക്ഷിച്ചു. പക്ഷെ ആദം മരിച്ചില്ല, ശരീരത്തിൽ മരിച്ചില്ല. ദൈവമാൾ എല്ലാ ബന്ധത്തിലും അവൻ മരിച്ചുപോയി. ദൈവമാൾ എല്ലാ ബന്ധവും അവൻ മുറിഞ്ഞുപോയി. നമ്മൾ വായിക്കുന്നുണ്ട്, ആദം lived for 930 years after that. 930 വർഷം അവൻ ജീവിച്ചു പിന്നെയും. So after the 930 years he died. അവൻ മരിച്ചു. അവൻ്റെ ആത്മാവ് ചെന്നുപെട്ടത് നരകത്തിലാണ്.
ഞാൻ ഇന്ന് എനിക്ക് ചിന്തിക്കാൻ ഇട വന്നു, ദൈവമേ എന്തായിരുന്നു ആദത്തിൻ്റെ അവസ്ഥ. ഒരു രാജാവിനെ പോലെ ജീവിച്ചവൻ, ഈ ഭൂമിയാകെ ഭരണം നടത്തിയവൻ, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നവൻ, ദൈവത്തിൻ്റെ ഏകജാതൻ, ഏകപുത്രൻ ആയിട്ട് തൂക്കപ്പെട്ട ആദം, ആദ്യ മനുഷ്യൻ, എല്ലാം ഉണ്ടായിരുന്നവൻ അവസാനം വെറും ഒരു കൃമിയെ പോലെ സാത്താൻ്റെ രാജ്യം നരകത്തിലെ അഗാധ ഗർത്തങ്ങളിൽ അവൻ കിടന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC ആർട്ടിക്കിൾ 5 എൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശോ കുരിശിൽ മരിച്ചിട്ട് നരകത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ he descended into hell and he is visiting Adam and Eve. അവിടെ ഉണ്ടായിരുന്ന ആദത്തെയും ഹവ്വയെയും യേശു പോയി കാണുകയാണ്. യേശു പറയാണ്, I did not create you to be a prisoner in hell. You sleeper, I command you to awake. ഉറങ്ങുന്നവനെ ഉണരുക. യേശു കടന്നു ചെന്ന് ആദത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, അത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പാതാളമെന്നാണ്, പക്ഷെ നരകമാണത്, ഇംഗ്ലീഷിൽ ഹെൽ എന്നാണ്. I did not create you to be a prisoner in hell. ഈ നരകത്തിൽ ഒരു തടവുകാരേക്ക് വേണ്ടി തന്നെ ഞാൻ സൃഷ്ടിച്ചത്. എന്നിട്ട് വാ എന്ന് പറഞ്ഞ് ആദത്തിനെയും കഥ പൊക്കിയെടുക്കുകയാണ്. നോക്കണമേ, എത്ര മാസം ആദം അവിടെ കിടന്നു, എത്ര വർഷം അവിടെ കിടന്നു, എത്ര നൂറ്റാണ്ട് അവിടെ കിടന്നു അല്ലേ. ദൈവത്തിൻ്റെ സൃഷ്ടിയ ആദത്തിൻ്റെ അവസ്ഥ നോക്കുക. അവന് മാത്രമാണ്, അവൻ്റെ മക്കൾ മുഴുവൻ വിശുദ്ധരായിട്ട് ജീവിച്ച ഏതാനും പേർ ഒഴികെ ബാക്കി എല്ലാവരും സകല മനുഷ്യരും ചെന്നുപെട്ടത് അവിടെയാണ്. കാരണം വേറെ പോകാൻ വഴിയില്ല, വേറെ ഒന്നുമില്ല. ഒള്ളി അബ്രഹാംസ് ബോസം. അബ്രഹാംസ് ബോസം ഈസ് എ പ്ലേസ് മെന്റ് ഫോർ ദ ഒള്ളി ഫോർ ദ സെയിൻസ്. വിശുദ്ധർക്ക് വേണ്ടിയിട്ട് ഇത് സജ്ജമാക്കിയ സ്ഥലമാണ് അബ്രഹാം മടി എന്ന് പറയുക. ബാക്കി എല്ലാവരും those who committed sin, they all became slaves of the devil and they were all in hell. എല്ലാവരും നരകത്തിലായിരുന്നു. എന്നാൽ Christ, he died on the cross. In spirit he descended there. He proclaimed the good news of spirit imprisoned there, and he declared salvation and freedom to the lost souls. Then he ascended into heaven. As the first fruit, he resurrected from the dead. മരിച്ചവരുടെ ആദ്യ ഫലമായി യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, അവർക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ അത്ഭുതകരമായ ഈ പ്രക്രിയ സംഭവിച്ചത് എങ്ങനെയാണ്? കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ fully it was under the control of the devil. The domain of the devil was there. സാത്താൻ ആദത്തെ വീഴിച്ചു, പാപം ചെയ്യിപ്പിച്ചു. ഹവ്വയെ വീഴിച്ചു, പാപം ചെയ്യിപ്പിച്ചു. മാലാഖമാരെ വീഴിച്ചു, പാപം ചെയ്യിപ്പിച്ചു. സൃഷ്ടി മുഴുവനും അവൻ പാപം കൊണ്ട് നിറച്ചു. He became the commander, the ruler of the creations of God. എല്ലാത്തിനും, മനുഷ്യരുടെ സൃഷ്ട വസ്തുക്കൾ എല്ലാറ്റിൻ്റെ മേൽ പിശാച് അധികാരിയായിട്ട് മാറി. മനുഷ്യർ വെറും കൃമികൾ, പുഴുക്കൾ, നൂറ്റാണ്ടുകൾ. ദൈവം മോശയെ അയച്ചു. മോശ വന്നു, ഇസ്രായേൽക്കാർക്ക് 10 കൽപ്പന കൊടുത്തു. ഇസ്രായേൽക്കാർക്കാണ്, നോട്ട് ഫോർ ദ ജെന്റൈൽസ്, ഓൺലി ഫോർ ദ ജൂസ്. അവരോട് പറഞ്ഞു, നിങ്ങളിത് ഒബേ ദിസ് വേർഡ്. അവരത് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നേരത്തെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ബട്ട് they rejected it. അവരനേകം പേര് തിരസ്കരിച്ചു, കുറച്ച് പേരൊക്കെ വിശ്വസിച്ചനുസരിച്ചു. പ്രിയരേ, അങ്ങനെ when the full all creations were under the dominion of the devil, Christ came from heaven. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയാണ്. ഇരുട്ട് നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ലോകമാണ് ഭൂമി. ഇവിടെ വന്ന യേശു only 3 years, 30ാമത്തെ വയസ്സ് വരെ he was very quiet. The Father in heaven never allowed him to do anything. 12ാമത്തെ വയസ്സിൽ അപ്പനെ അമ്മയും വിട്ടിട്ട് യേശു ദേവാലയത്തിൽ പോയി പഠിപ്പിക്കാൻ. അവിടെ പോയി നമ്മൾ കാണുന്നുണ്ട്, he was arguing with the scholars and the Pharisees there. ഓർക്കുന്നുണ്ടല്ലോ, അതാൻ്റെ കൂട്ടത്തിൽ മിസ്സായി, 3 ദിവസം കാണാതെ പോയ സംഭവം. അപ്പോൾ യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? യേശുവിൻ്റെ തീക്ഷ്ണതയായിരുന്നത്. only 12 years old. പക്ഷേ യേശുവിൻ്റെ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു പിതാവിന് വേണ്ടി. പക്ഷെ പിതാവ് അനുവദിച്ചില്ല. പിന്നെ യേശു തിരിച്ചുപോയി 30 വയസ്സ് വരെ, 18 വർഷം കൂടി കാത്തിരുന്നു. 30ാമത്തെ വയസ്സിൽ he was baptized and the Holy Spirit came upon him and he went to the wilderness and prayed for 40 days, became powerful.
Then he started his mission. ദൈവരാജ്യം എത്ര നാൾ പ്രസംഗിച്ചു? എത്ര വർഷം പ്രസംഗിച്ചു യേശു? only 3 years. 3 വർഷം. എന്താ 3 വർഷം? ഒരു കാര്യം വ്യക്തമാ, ഈശോ വന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ജനിച്ചത് ഇതിനു വേണ്ടിയാ, ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം, മരിക്കണം എന്നിപ്പോൾ ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല. അപ്പം നമ്മൾ വന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ യേശു വന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ മരിക്കാനുള്ള സമയം അവന് ഈശോ ദൈവം കൊടുത്ത് 3 വർഷമാണ്. ഈ 3 വർഷം കൊണ്ട് ഹി ഡിക്ലെയർഡ് സാൽവേഷൻ ഫോർ ദ സിന്നേഴ്സ്. അവൻ സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യം സ്ഥാപിച്ചു, പാപികളെ മനഃശാന്തരപ്പെടുത്തി, പിശാചുകളെ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി. 3 വർഷം കഴിയാറായപ്പോൾ ഇതാ എല്ലാ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ മുഴുവനും യേശുവിന് മേൽ ചുമത്തി. ബുക്ക് ഓഫ് ഐസയ 53 വേഴ്സ് 4 onwards, 53:4 മുതൽ വചനം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശു ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത്? രക്ഷയുണ്ടായത്. എന്താ വാക്കിനടുത്ത് രക്ഷയുണ്ടായെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ ദൈവമക്കളായിട്ട് മാറിയത്, ദൈവത്തെ അനുഭവിക്കാൻ, ദൈവത്തെ അറിയാനുള്ള ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചു. ക്രിസ്തുവിന് മുമ്പ് വരെ ജീവിച്ചത് മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് വചനമുണ്ട്, പള്ളികളുണ്ട്, കുദാശകളുണ്ട്, പരിശുദ്ധാത്മാവ് എല്ലാം നമുക്കുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, ജപമാലയുണ്ട്, രക്ഷയുടെ എല്ലാ വഴിയും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിന് മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കുമ്പോൾ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നത്? 1, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. 2, യേശുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കണം, അനുസരിക്കണം. ആ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നറിയാമോ? പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ആര് യേശുവിൻ്റെ നാമത്തിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്താൽ അവൻ ഏറ്റുപറയാണ്, കർത്താവേ യേശുവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ഒരു വാക്ക് അവൻ പറഞ്ഞാൽ മതി. The same moment his sins will be forgiven. That is the promise. ഇതാണ് രക്ഷ എന്ന് പറയാം. ഏതു നിമിഷത്തിലും ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുകയാണ്, he is repenting about his sins and he is confessing his sins to the Lord. Lord, I am a sinner, I have sinned against you, I have rejected your word and your love. Have mercy on me, forgive all my sins. If you could pray before the Lord, believing in his name, instantly the sins will be forgiven. ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയാണ്. ഇതാണ് രക്ഷയെന്ന് പറയുക. പാപം ക്ഷമിക്കപ്പെടുന്നതിന് മേൽ സാത്താൻ്റെ പിന്നെ അവകാശമില്ല, ആ പാപത്തിന് പിന്നെ അവന് അവകാശമില്ല. ഹല്ലേലൂയ. നമ്മൾ പിന്നെ യേശുവിനതായിട്ട് മാറി. പിന്നീട് നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം അതാണ്. വിശ്വാസത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുക, രക്ഷ പ്രാപിച്ചെടുക്കുക, പിശാചിനെ വിരട്ടി ഓടിക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്ന്. പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്രിസ്തു കുരിശിന്മേൽ നമുക്ക് വേണ്ടി ബലിയായിട്ട് മാറി. എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. സകല പാപങ്ങളും യേശുവിന് മേൽ ചുമത്തപ്പെട്ടു. യേശു ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി കടന്നു ചെല്ലുന്നു. ശിഷ്യന്മാർ കുറേ ദൂരത്തിലാക്കിയിട്ട് ഈശോ മാറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വേർപാട് ഒഴുകി. അത് പ്രാർത്ഥനയുടെ ശക്തിയിൽ സംഭവിച്ച കാര്യമല്ല. യേശുവിന് മേൽ ചുമത്തപ്പെട്ട പാപങ്ങൾ അതിഭീകരങ്ങളായിരുന്നു. അത് അവൻ്റെ ആത്മാവിലും മനസ്സിനും ശരീരത്തെല്ലാം കീറി മുറിക്കുന്നതായിരുന്നു. പൈശാചികമായ പീഡ യേശു അനുഭവിച്ചു ശരീരത്തിൽ. കാരണം പാപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ഡെവിൾ. സിൻ ഈസ് ദ പവർ ഓഫ് ദ ഡെവിൾ. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഡെവിൾ. പിശാചിൻ്റെ ഉൽപ്പന്നമാണ് പാപം. ആ പാപം അതൊരു എന്താണ് പറയുക, നിങ്ങളൊരു ക്രിക്കറ്റ് ബോൾ, അതിനകത്തൂടെ ഇരുവശവും മൂർച്ചയുള്ള ആണി ഒന്ന് കടത്തിവിടെ നോക്കുക. ഇരുവശങ്ങളും മൂർച്ചയുള്ള സൂചികളാണ്. 100 എണ്ണം നമ്മൾ അതിനകത്തോട്ട് കയറ്റി വിട്ടിട്ട്
അതുകൊണ്ടൊരു മനുഷ്യൻ ഡെറിയുക. എന്താ സംഭവിക്കുന്നത്? അത് മാംസത്തിൽ ചെന്ന് തറഞ്ഞു കയറും. ഇതുപോലത്തെ ഒരു അവസ്ഥ യേശുക്ക് സംഭവിച്ചത്, പാപങ്ങൾ യേശുവിനെ ചുമത്തപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരം കീറി മുറിഞ്ഞു. അത് പൈശാചികമായത് പാപങ്ങൾ. അങ്ങനെ രക്തം ഒഴുകുന്നു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച്. അവിടെ ഈശോ വചനം പറയുന്നുണ്ട്, അവൻ അസ്വസ്ഥനാകാനും അവൻ പര്യാകുലനാകാൻ തുടങ്ങിയെന്നാണ്. പര്യാകുലനാവുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമതല വരെ തെറ്റിക്കുന്ന രീതിയിൽ ഈശോ അസ്വസ്ഥന ബാധിച്ചു. അത്ര ഭീകരമായ രീതിയിലാണ് കർത്താവിൻ്റെ ശരീരം. നോക്കണമേ, ദൈവമാണ് അവിടുന്ന് ശരീരം. ഈ പാപം മോചിക്കാൻ വേറെ സംവിധാനം ദൈവത്തിന് ഇല്ല. പാപങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ ശരീരത്തിലേക്ക് സംവഹിച്ച് അങ്ങനെ ആ പാപത്തെ ശിക്ഷിച്ച് പാപത്തെ നശിപ്പിക്കണം. ഇതാണ് യേശുവിൻ്റെ ദൗത്യം. അതിനോട് ഈശോ വന്നത്. അപ്പോൾ ഈ പാപങ്ങൾ യേശുവിന് പരിശുദ്ധമായ ദൈവികമായ ശരീരത്തിൽ ചുമത്തപ്പെട്ടപ്പോൾ ഇറ്റ് വാസ് അൺബെയറബിൾ. വഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവിടെ യേശുവിന് മനസ്സിൻ്റെ മേൽ ഭയങ്കരമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. യേശു കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അസ്വസ്ഥപ്പെടുന്നു, ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു, സമാധാനം തേടി വരികയാണ്. ഇവിടെ അവസാനം കർത്താവിനെ ശിക്ഷിക്കുന്നു, യേശുവിനെ ചമ്മട്ടിക്ക് അടിക്കുന്നു, കീറി മുറിക്കുന്നു. പാപത്തിന് ദൈവം ശിക്ഷ വിധിക്കുകയാണ്, പാപത്തെ ദൈവം ശിക്ഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 3 ആണികളാൽ ക്രൂശിന്മേൽ തറച്ചു. ക്രൂശിൽ ഈശോ മരിക്കുന്നു. തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത പാപത്തെ ശിക്ഷയിലൂടെ നശിപ്പിച്ച്, പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് കർത്താവ് ജയിച്ചവനായിട്ട് മാറി, തോറ്റവനായിട്ടല്ല മാറിയത്. തൻ്റെ മേൽ ചുമത്തപ്പെട്ട അവസാന പാപത്തിൻ്റെ അവസാന ശക്തിയും ക്ഷയിക്കുവോളം യേശു പീഡ സഹിച്ചു. മുഴുവൻ പാപത്ത് നശിക്കുവോളം യേശു പീഡ സഹിച്ചു. അങ്ങനെയാണ് നമുക്ക് രക്ഷ എടുത്ത് തന്നിരിക്കുന്നത്. ഏത് പാപത്തിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പാപമോചനം കിട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശരീരം ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ യേശുവിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. ദെൻ ഹി ഡിസെൻഡഡ് ഇൻടു ഹെൽ. അവൻ്റെ ആത്മാവിൽ യേശു ഇറങ്ങി ചെല്ലുകയാണ് നരക പാതാളത്തിലേക്ക്. സാത്താൻ്റെ രാജ്യത്തേക്ക് ഇറങ്ങി ചെന്ന് യേശുവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു, അടിമകൾക്ക് രക്ഷ കൊടുക്കുന്നു. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. വിജയശ്രീകളാണ് യേശു എഴുന്നേറ്റ് കടന്നു വരികയാണ്. ആ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉത്ഥാനവുമാണ് ഇന്ന് നമുക്ക് രക്ഷ തന്നിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പിതാവ് തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. ആ പുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ട് സഹിച്ച് നമ്മളോട് പറഞ്ഞ് ജസ്റ്റ് ബിലീവ് ദ നെയിം ഓഫ് ജീസസ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നൊരു വാഗ്ദാനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എഴുന്നേറ്റിരിക്കുക. ദൈവം നൽകുന്ന ഈ വലിയ അനുഗ്രഹം പ്രിയപ്പെട്ടവരെ, സ്വപുത്രനെ പോലും ഒഴിവാക്കാൻ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നവൻ അവരോടൊപ്പം നമുക്ക് ബാക്കിയെല്ലാം നൽകുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, നമ്മുടെ ചോദിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, കടലടച്ച് കൈകളെ തുറന്നു പിടിക്കുക. Close your eyes and keep your hands opened. Lord, I ask you to come into my heart. When you look into my heart, it may be full of darkness. It may be like hell. All evils may be there. All evil forces may be there. കർത്താവേ, അവിടുന്ന് ഹൃദയം കാണുന്നു. ഏതെല്ലാം ഹൃദയത്തിൽ പാപമുണ്ടോ അതൊരു നരകതുല്യമാണ്, അത് അന്ധകാരം നിറഞ്ഞതാണ്. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പാപത്തെ ജീവിക്കാനായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി സ്വപുത്രനെ അയച്ചു തന്ന് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് രക്ഷയുടെ കവാടം തുറന്നു കിടന്ന കർത്താവായ ഈശോയെ, അങ്ങേ സ്നേഹിക്കാതെയും അവിടുത്തെ വചനം ശ്രവിക്കാതെയും അവിടുത്തെ ഇതരായ ജീവിതത്തിലൂടെ വന്നുപോയ സകല പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും ഉപേക്ഷിക്കുവാനും എന്നെ സഹായിക്കണമേ. ഞാൻ എൻ്റെ പൂർണ്ണ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അവിടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്കും ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ പിതാവാണെന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രൻ എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കുവാൻ വിട്ടുകൊടുത്തവനാണ് എന്നും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, അറിയുന്നു. അത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് എന്നോട് കാണിച്ചത്. എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, ജന്മം നൽകുക മാത്രമല്ല,
എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ശത്രു എന്നെ അപഹരിച്ചപ്പോൾ, ഞാൻ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ, എന്നെ അടിമപ്പെടുത്തിയപ്പോൾ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വപുത്രനെ അയച്ചുകൊണ്ട് ഞാൻ ചെയ്തു പോയ പാപത്തിനെല്ലാം പരിഹാരം ചെയ്ത് എനിക്ക് വേണ്ടി ജീവൻ തന്ന ഈശോയെ, ഇതാ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിക്കുവാൻ, പാപങ്ങൾ തിരിച്ചറിയുവാൻ, ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഞാനായിരിക്കുന്ന പാപത്തിൽ എന്നെ വിടുവിക്കണമേ എൻ്റെ കർത്താവേ. അവിടുത്തെ വചനമായി എന്നെ വിടുവിക്കണമേ. കയ്യിൽ കുത്തി പിടിച്ചുകൊണ്ട് നമുക്ക് തന്നെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം.